നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27. അങ്ങനെ നമ്മൾ ഈ മാസത്തിലെ അവസാന ആഴ്ചയിലേക്ക് ഇന്ന് മുതൽ എൻ്റർ ആവുകയാണ്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ടിരുന്നു. അതായത് 13 രാത്രികൾ നീണ്ടുനിന്ന പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള ആക്രമണത്തിന് വിരാമം വിട്ടുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പോസിനെ കുറിച്ചുള്ള പ്രഖ്യാപനം യുഎസ് പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ഇന്നലെ ഉൾപ്പെടെ തുടർച്ചയായി രണ്ടാമത്തെ രാത്രിയിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനം പുലരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല, ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകൾക്ക് അനുകൂലമായി തന്നെ യുഎസ് റെസ്പോണ്ട് ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് വ്യാപാരം പുനരാരംഭിച്ച ഗ്ലോബൽ മാർക്കറ്റിലും അനുഭവപ്പെടുന്നുണ്ട്. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ എണ്ണയുടെ വിലയിലും 7% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ആഴ്ചയിൽ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ ആക്ഷൻസും വളരെ ആക്റ്റീവ് ആകുന്ന ഒരു ആഴ്ചയിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആകുന്നതും. 9 IPOs സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഈ ആഴ്ചയിൽ ഓപ്പൺ ആകുന്നുണ്ട്. മണിപ്പാൽ ഹെൽത്ത് കെയർ എന്റർപ്രൈസസ് ഉൾപ്പെടെ 11,707 കോടി രൂപ മൂല്യം വരുന്ന 7 IPOസിന്റെ ലിസ്റ്റിംഗും ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കാനിരിക്കുന്നു. ഇനി ഇന്ന് കോൾ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ പവർ കമ്പനി, ടാറ്റ കെമിക്കൽസ്, ഇൻഡസ് ടവേഴ്സ്, കാനറ ബാങ്ക്, കോഫോർജ്, ബാലാജി അമനീസ്, കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, MK ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസസ്, ഗോഡ്ഫ്രൈ ഫിലിപ്സ്, ഗ്രാവിറ്റ ഇന്ത്യ, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ്, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ഇന്ത്യ, PNG ഗാഡ്ഗിൽ ജുവല്ലേഴ്സ്, RR കേബിൾ തുടങ്ങിയ സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളൊന്നും തന്നെയില്ല. എന്നാൽ യുഎസിൽ നിന്നും ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി ജൂൺ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെ റിലീസ് നടക്കാനുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,600 എന്ന ലെവൽ, അതായത് വെള്ളിയാഴ്ചത്തെ ഡേ ലോ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ലെവലാണ്. ആയതിനാൽ തന്നെ ഈ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് നിഫ്റ്റിയുടെ അടുത്ത സൈക്കോളജിക്കൽ ലെവലായ 23,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൂടിയാണ്. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 23,400, തുടർന്ന് 23,350 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സപ്പോർട്ട് ഏരിയ ആയി മാറിയേക്കാം. എന്നാൽ 23,350 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ അതേസമയം 23,600 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് നിലനിൽക്കുവാനാവുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. വെള്ളിയാഴ്ച ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും പിന്നീട് മാർക്കറ്റിന് റിക്കവർ നടത്തുവാൻ സാധിച്ചെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളുടെ നഷ്ടത്തിന് ശേഷം നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം നിഫ്റ്റിക്ക് തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളിലും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും 3,892.77 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായി സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,453.55 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമാക്കിയിരുന്നു. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ഒഴികെ എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ഡോക്ടർ റെഡ്ഡീസിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 2%-ലേറെയും, HDFC ബാങ്കിന് 0.5%-അടുത്തും, ICIC ബാങ്കിന് 1%-അടുത്തും, ഇൻഫോസിസ് ADRന് 4%-ലേറെയും, വിപ്രോയ്ക്ക് 5%-ലേറെയും നേട്ടം കൈവരിക്കുവാനുമായി. ഇന്ന് ആകെ ഇന്ത്യൻ മാർക്കറ്റില് ഒരു IPOയുടെ ലിസ്റ്റിംഗ് ആണ് നടക്കാനുള്ളത്. SME സെഗ്മെന്റിലേക്ക് ഗൾഫ് ലോഡ്സ് ഇന്ത്യയുടെ ലിസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നതും. ഗാന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ, വിപ്രോ, DLF, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ടാറ്റ ക്യാപിറ്റൽ, അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി, ബിർള കേബിൾ, ക്രിസിൽ, ദീപക് നൈട്രേറ്റ്,
എവറസ്റ്റ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡൻഡിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്ന്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ S&P 500 ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും അതേസമയം നാസ്ഡാക്കിന് 0.25% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി വെള്ളിയാഴ്ചയും US മാർക്കറ്റുകളെ ദുർബലതയിലേക്ക് നയിക്കുവാൻ പ്രധാനമായും കാരണമായി മാറിയത് ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അനുഭവപ്പെടുന്ന ദുർബലതയും കൂടാതെ ആൽഫബറ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ AI സ്പെൻഡിങ്ങിന്റെ മുകളിൽ ഉയർത്തിയ ആശങ്കകളും മൂലമാണ്. കാരണം ഒട്ടുമിക്ക ബിഗ് ടെക് സ്റ്റോക്കുകൾക്കും AI ബേണിംഗ് കൂടി വരുന്ന കാഴ്ചകൾ തന്നെയാണ് US മാർക്കറ്റിലെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ നിന്നും പ്രകടമാകുന്നതും. ആയതിനാൽ തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബിഗ് ടെക് ഫേമുകളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് US മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും ഈ വീക്കെൻഡില് US ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പോസ് നൽകിയതിനെ തുടർന്ന് ഡോ ജോൺസ് ഫ്യൂച്ചറിൽ നിന്ന് 0.5% അഥവാ 254 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിക്കുവാനായിട്ടുള്ളതും. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് മാത്രമേ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളൂ. ശക്തമായ പോസിറ്റിവിറ്റി അനുഭവപ്പെടുന്നില്ലെങ്കിലും നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണ് ജപ്പാൻ മാർക്കറ്റ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 6.5% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ $6.46 ഇടിവോടുകൂടി $91.91 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $5.91 ഇടിവോടുകൂടി $84.56 പെർ ബാരൽ നിലയിലേക്കും എത്തിച്ചേർന്നു. എണ്ണയുടെ വിലയിൽ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 1.25% അഥവാ $50 ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. ഗോൾഡിന്റെ വില $4101.32 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 23,900 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ അതേസമയം പുട്ട് സൈഡിലേക്ക് 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലാൻഡ്മാർക്ക് കാർസ് അഹമ്മദാബാദിൽ പുതിയ MG എക്സ്പീരിയ ഷോറൂം തുറക്കുന്നതിനായിട്ട് JSW MG മോട്ടോർ ഇന്ത്യയിൽ നിന്ന് ലെറ്റർ ഓഫ് ഇന്റന്റ് കമ്പനിക്ക് ലഭിച്ചു. വാരി റിന്യൂവബിൾ 2 സോളാർ PV പ്ലാന്റുകൾക്കായിട്ടുള്ള EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. NBCC ഇന്ത്യ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ഒഡീഷ എന്നിവയിൽ നിന്ന് യഥാക്രമം 20.42 കോടി രൂപയുടെയും 88.43 കോടി രൂപയുടെയും മൂല്യമുള്ള 2 വർക്ക് ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഔദം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിലും കൊമേഴ്ഷ്യൽ പ്രിമീസിസിലും നടത്തിയിരുന്ന പരിശോധനാ നടപടികൾ ആദായ നികുതി വകുപ്പ് പൂർത്തിയാക്കി. ഹൈറെക്ട് അഥവാ ഹിന്ദ് റെക്ടിഫയേഴ്സ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വന്ദേ മെട്രോ അഥവാ നമോ ഭാരത് ട്രെയിൻ സെറ്റിനുള്ള 60 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സുദീപ് ഫാമ ബൾക്ക് ഡീൽ വഴി SBI മ്യൂച്വൽ ഫണ്ട് 20 ലക്ഷം അഡീഷണൽ ഷെയർസ് സ്റ്റോക്കിൽ കരസ്ഥമാക്കി. ഏകദേശം 1.77% സ്റ്റേക്ക്. NTPC Q1 സ്റ്റാൻഡലോൺ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള കമ്പനിയുടെ റിസൾട്ടില് പ്രോഫിറ്റില് 11.9%ന്റെയും റവന്യൂവില് 3%ന്റെയും വർധനവ് റിപ്പോർട്ട് ചെയ്തു. ജിന്ദാൽ സ്റ്റീൽ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റില് 43.6%ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 25.9%ന്റെ വർധനവും രേഖപ്പെടുത്തി. REC Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റില് 6.1%ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 3.6%ന്റെ ഇടിവ് രേഖപ്പെടുത്തി. SBI കാർഡ്സ് Q1 ഇയർ ഓൺ ഇയർ ബേസിസില് പ്രോഫിറ്റില് 19.5%ന്റെ ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 0.5%ന്റെ ഇടിവും രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ബറോഡ Q1 സ്റ്റാൻഡലോൺ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള
റിസൾട്ടില് പ്രോഫിറ്റില് 71.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 9.5% വർധനവും രേഖപ്പെടുത്തി. IDFC ഫസ്റ്റ് ബാങ്ക് Q1 സ്റ്റാൻഡ് ലോൺ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള റിസൾട്ടില് പ്രോഫിറ്റില് 132.4%യും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 21.1%യും വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.